ഹലോ ഗൈസ്, വെൽക്കം ടു കസ്റ്റമർ മൂവി മീഡിയ. എന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് ബാഗി 4. പടത്തിൽ അഭിനയിക്കുന്ന ലൈക സ്ട്രോൺഫുൾ സന്തു ഇത് പുതുതാണ്. എൻ്റെ ഈ വർഷത്തെ മിക്സ് യൂണിവേഴ്സ് ആയിട്ടുള്ളതാണ്. പിന്നെ സാണം ബജുവ, സഞ്ജയ് ദത്ത്, സൗരഭ് സച്ദേവ, അതാണ് നമ്മുടെ ലിങ്കിലാണ് നിതിൻ്റെ. പിന്നെ ശ്രേയസ് തൽപ്പടെ എന്നിവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം ഡയറക്റ്റ് ചെയ്യുന്നത് എ ഹർഷയാണ്. മീൻസ് ഭീമ ബജ്രംഗ് ഭീമ എന്ന് പറയുന്ന ഗോപിചന്ദ് പടം, ഗോപിചന്ദിൻ്റെ അവരാധ പടം ആയിട്ടുള്ള ഭീമ, അവരാധ പടങ്ങളിലൊന്നായിട്ടുള്ള ഭീമ, പിന്നെ നമ്മുടെ ശിവരാജ് കുമാറിൻ്റെ ബജ്രംഗി 2, ഈ 3 പടം ഉണ്ടായത് ഇങ്ങനെയാണ്. അല്ല, ബജ്രംഗി 2 കണ്ട ഷോ കണ്ടത് വേറെ കാര്യം. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറാണ്. സ്റ്റോറി ചെയ്തിരിക്കുന്നത് സാജിദ് നദിവാലിയും രജിത് അറോറ എന്നിവരാണ്. സാജിദ് നദിവാല തന്നെയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എഡിറ്റഡ് ബൈ നിതിൻ പട്ടക്. ആരാണ് എന്ത്. സിനിമാറ്റോഗ്രഫി സ്വാമി ഗൗഡ. കോസ്റ്റ്യൂം ഡിസൈനർ അഗൻഷ ചതുർവേദി. പിന്നെ പറയാനൊന്നുണ്ട് ഉണ്ട്, പക്ഷെ ഞാൻ മറന്നുപോയി എൻ്റെ കാര്യം. എന്തായാലും പറയാൻ ആളുടെ പേര് എനിക്ക് കിട്ടുന്നില്ല. എന്തിലോട്ട് അത് വീണ്ടും പണ്ട് എങ്ങനെയുണ്ട് ചോദിച്ചാൽ, ഇറ്റ്സ് ജസ്റ്റ് ആവറേജ് ഫിലിം. ഇതിൻ്റെ പോസിറ്റീവ്സ് പറയാം. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലാത്തൊരു ഫസ്റ്റ് ഹാഫാണ്. ആവറേജ് ഫസ്റ്റ് ഹാഫ്. കുറച്ച് ക്രിഞ്ചൊക്കെ ഉണ്ട്. അതിന് അയാളുടെ പാട്ടിനുണ്ട് സിക്സ് പാക്ക് കെട്ടണ ഒരു സംഭവം ഉണ്ട്. ഇങ്ങർക്ക് ഒരു ഭ്രാന്തുണ്ട് നമ്മുടെ ടൈഗർ ഷ്രോഫിന്. അത് ഒന്ന് കട്ട് ചെയ്ത് കളയായിരുന്നു തോന്നി. അത് വേറെ കുഴപ്പമൊന്നുമില്ല സ്റ്റഫിൽ. പിന്നെ സ്റ്റോറി അത്യാവശ്യം എനിക്ക് മീൻസ് ട്രീസറിലും ട്രെയിലറിലും എന്താ പറയുന്നുണ്ട്, ഇവർ ഒരു പ്രണയത്തിൽ ഒരു കാരണം വില്ലനാവുന്നവരുണ്ട് എന്ന് നമുക്കൊരു സൂചന തരുന്നുണ്ട്. അത് ഉദ്ദേശിച്ചിരിക്കുന്നത് സഞ്ജയ് ഇത് പറയുന്നുണ്ട് ട്രെയിലറിലും ടീസറിലും. ഒരു പ്രണയം കാരണം രണ്ടുപേരും വൈലൻ്റ് ആവുന്നതെന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പോൾ അതാണ് ഈ സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത്. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ഏതൊരു തമിഴ് പടത്തിൻ്റെ കാണും പറയുന്നുണ്ട്. ഐ ഡോണ്ട് നോ, ഞാൻ ആ പടം കണ്ടിട്ട് ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല. തമിഴ് പടം ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. പിന്നെ ഈ സിനിമയിൽ ഒരുപാട് കോപ്പീസ് ഉണ്ട്. അതൊക്കെ അത്യാവശ്യം ഫസ്റ്റ് ഹാഫിൽ നൈസായിട്ട് വന്നിട്ടുണ്ട്. ഇത് സ്റ്റാർട്ടിങ്ങിൽ 1 പോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫ്ലാഷ് ബാക്ക്, മീൻസ് ടൈഗർ ഷ്രോഫിൻ്റെ ഫ്ലാഷ് ബാക്ക് റോമിയോ ജൂലിയറ്റിൽ നിന്ന് കോപ്പി അടിച്ചിട്ട് പിന്നെ വീണ്ടും ഫ്ലാഷ് ഇൻട്രോയിൽ ഫൈറ്റ് 1 പോലെ ചെയ്തു വെച്ചിട്ടുണ്ട് അവർ. അങ്ങനെ ഫസ്റ്റ് ഹാഫ് 1 റോമിയോ ജൂലിയറ്റും കൂടി ചേർന്ന് എങ്ങനെ ഇരിക്കുമോ അതുമാതിരി അത് നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ക്രീൻ പ്ലേ വൈസ് സൂപ്പർബായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഡൗട്ടാണ്. സ്ക്രീൻ പ്ലേ ചെയ്ത് ഡൗട്ട് കൂട്ടണം എന്ന് തോന്നിച്ചത് തന്നെയാണ്. മീൻസ് കാരണം സ്റ്റോറി നല്ലതാണ്, പക്ഷേ സെക്കൻഡ് ഹാഫിൽ സ്റ്റോറി വേറെ റൂട്ട് പോവുകയാണ്. മീൻസ് ഫുള്ള് ഡൗട്ടാണ്. എന്താണെന്ന് വെച്ചാൽ നായിക ഡബിൾ റോള്, സംഭവം ഡബിൾ റോളാണ്. ഒന്ന് അതിങ്ങൾക്ക് ട്രെയിലറിൽ ചിലർക്ക് മനസ്സിലായിട്ടുണ്ട്, ചിലർക്ക് അത് എന്താണ് എന്നെ പറയാനില്ല. ഹിഡൻ ഏജൻസ് ഒക്കെ പറഞ്ഞമാർക്കൊക്കെ അറിയാമായിരിക്കും എന്നെ കുറിച്ച്. ഞാനിതൊന്നും കാണാതെയാണ് ഇതിന് വേണ്ടത് എന്നുകൊണ്ടായിരിക്കും. അത് സെക്കൻഡ് ഹാഫ് കുറച്ച് ഡൗട്ടാണ്. എന്നാലും സ്റ്റോറി വൈസ് നോക്കുമ്പോൾ കുറച്ച് ഡൗട്ടിഷ് ആക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് സ്റ്റോറി മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നിയത്. പിന്നെ സഞ്ജയ് ദത്തിൻ്റെ വില്ലത്തരം ഫസ്റ്റ് ഹാഫിലല്ല അങ്ങനെ ആട്ടണം, സെക്കൻഡ് ഹാഫിലാണ്. സെക്കൻഡ് ഹാഫ് ഇൻട്രോ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റും. സെക്കൻഡ് ഹാഫ് എന്ന് പറയണത് നമ്മുടെ ബാലയുടെ ലയണം
മാർക്കോയും റോമിയോ ജൂലിയറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് സെക്കൻഡ് ഹാഫ് എടുത്ത് ചെയ്യുന്നത്. അത് സെക്കൻഡ് ഹാഫ് ഫുൾ ഡൗട്ടും വരും, കാരണം സ്ക്രീൻ പ്ലേ അതിന് കാരണമായിട്ട് വരണം. ബിക്കോസ് ഇങ്ങനത്തെ ഒരു സ്റ്റോറിയുള്ള സിനിമയ്ക്ക് ഒരിക്കലും ഡൗട്ട് വരുത്താം. അത് എന്തെങ്കിലും ഡിസ്റ്റൻറ്റ് ടേൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പക്ഷെ ഒരു നല്ലൊരു ഡിസ്റ്റൻറ്റ് ടേൺസ് ഉണ്ടെങ്കിൽ, പക്ഷെ അത് അങ്ങനെ ഡിസ്റ്റൻറ്റ് ടേൺസ് എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ശ്രേയസ് തൽപടെ എന്നോട് പറയാനുള്ളതാണ്, നിങ്ങൾ ഗോൽമാലിലും പിന്നെ നിങ്ങളൊരു ബയോപിക് സിനിമ, നിങ്ങൾ നായകനായിട്ട് ഒരു ബയോപിക് സിനിമയുണ്ട്, എൻ്റെ പേര് ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ് തമ്പ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് നമ്മുടെ തമ്പയാണ് എൻ്റെ ബയോപിക്. പണ്ട് രാജസ്ഥാനിൽ കളിച്ച തമ്പ ബയോപിക് ഉണ്ട് ഇങ്ങനെ നായകനായിട്ട്, നമ്മുടെ ശ്രേയസ് തൽപടെ. അല്ലാതെ അങ്ങനെ എന്ത് മര്യാദയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് സീരീസിലും ആ പടത്തിലും. പക്ഷെ ഇതിൽ നോക്കുമ്പോൾ അങ്ങേര് എന്തോന്ന്. പിന്നെ ഇതിലാണെങ്കിൽ മറ്റേ അതാണ് എൻ്റെ പേര്, നമ്മുടെ ഒരു ഹൗസ്ഫുൾ 5 പേര് കൂട്ടിയ ക്യാരക്ടറും, പിന്നെ മേരി കുഞ്ഞിനുണ്ടൊരു കുഞ്ഞാട് എന്ന് പറയുന്ന സിനിമയിൽ എടാ ഹിന്ദി റീമേക്കിൽ എങ്ങനെയായിരുന്നു നായകന്, അത് കട്ട കൂടായാണ്. അത് അറിയിട്ട് എന്തൊന്നും പടം ചെയ്യില്ല പ്ലീസ്. എനിക്ക് ആ ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടറാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോറിയിൽ. പക്ഷേ അത് ശ്രേയസ് തൽപടിക്ക് പകരം വേറെ ആരെങ്കിലും വെച്ച് ചെയ്യിപ്പിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. സൗജ സച്ദേവ, അയ്യോ അങ്ങേരി വില്ലൻ രണ്ടെണ്ണം സൈക്കോസാണ്. മീൻസ് ഓക്കെ ട്രെയിലർ സിനിമയ്ക്ക് വേണ്ടി സൈക്കോ ആവാം, ഓക്കെ അത് സ്റ്റോറി വൈസ് സൈക്കോ വില്ലനാണ്. മീൻസ് അല്ല പറയുന്നുണ്ട് പ്രണയത്തിന് വേണ്ടി വയലൻ്റ് ആകുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു വയസ്സ് നല്ല ഇത് വന്നാണ്. ഫസ്റ്റ് ഹാഫ് നല്ലതായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ക്രീൻ പ്ലേ, ആ സ്റ്റോറിക്ക് പറ്റുന്ന സ്ക്രീൻ പ്ലേ ആണ് കൊടുത്തത്. പക്ഷേ സെക്കൻഡ് ഹാഫ് കട്ട ഡൗട്ടടി, എൻ്റെ സഹിക്കാൻ പറ്റൂല അമ്മാതിരി ഡൗട്ട്. പിന്നെ സിനിമയിൽ ഒരു ഹൈലൈറ്റ് പോസിറ്റീവ് എന്ന് പറയുന്നത് മ്യൂസിക് ആൻഡ് ബീജിയാണ്. സൂപ്പർ ചെയ്തിട്ടുണ്ട്. സ്റ്റണ്ട് ഫസ്റ്റ് ഹാഫിൽ കൊള്ളാം, സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, ഒരു ആവറേജ് അങ്ങനത്തെ ഒരു ഇതാണ് തോന്നിയുള്ളൂ സ്റ്റണ്ട്സ് കണ്ടിട്ട്. അതും ക്ലൈമാക്സ് ഫൈറ്റിലൊക്കെ കട്ട ഷോ ഫൈറ്റ് സീക്വൻസ് ചിരിച്ച് അമ്മാതിരി ഒരു ഇത്. പക്ഷേ ഇമോഷണൽ വൈസ് ഫസ്റ്റ് ഹാഫിലാണ് എനിക്ക് കണക്റ്റ് ആയത്. എന്തായാലും ഞാൻ ഇത് 7:15 സിനിമയിൽ പോയിട്ടാണ് കണ്ടത്. എന്തായാലും നിങ്ങൾ എനിക്ക് ഇത് എൻ്റെ IMDb റേറ്റിംഗ് കൊടുക്കാനുള്ളത് 5/10 ആണ്. ബിക്കോസ് എനിക്കിത് ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടിരുന്നു. സ്റ്റോറി, ഫസ്റ്റ് ഹാഫ്, മ്യൂസിക് ആൻഡ് ബീജിയം ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ബട്ട് പിന്നെ ഫസ്റ്റ് ഹാഫിലെ ഇമോഷൻ സീൻസും ഫസ്റ്റ് ഹാഫിൻ്റെ സ്ക്രീൻ പ്ലേ അതൊക്കെ അത്യാവശ്യം ഓക്കെ ആയിരുന്നു. പക്ഷേ എൻ്റെ ഹാഫ് മോശമാക്കി കളഞ്ഞു. മീൻസ് ഒന്നും ഡൗട്ടാണ്. മീൻസ് ഒരുപാട് ഡൗട്ട് വരും, ഇതെന്താണ് നടക്കുന്നത് എന്നുള്ള. സ്റ്റോറി ഓക്കെ നല്ലൊരു സ്റ്റോറിയാണ്, പക്ഷെ അതിന് പറ്റുന്നൊരു സ്ക്രീൻ ഓക്കെ എന്തെങ്കിലും നല്ലൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സ്ക്രീൻ പ്ലേ വയ്ക്കായിരുന്നു എന്ന് തോന്നി. പക്ഷെ നല്ലൊരു ഡിസ്റ്റൻസ് വന്നില്ല എൻ്റെ ഹാഫിൽ, അങ്ങനെ ഡിസ്റ്റൻസ് വന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് സെക്കൻഡ് ഹാഫിൽ ഇതിൽ അത്യാവശ്യം ഡൗട്ട് വന്നത് സ്ക്രീൻ പ്ലേ വൈസ് നോക്കുമ്പോൾ. എന്തെങ്കിലും ഡൗട്ട് എന്തായാലും പറയാൻ പറഞ്ഞു. വേറൊരു ഹൈലൈറ്റ് പോസിറ്റീവ്, ഗെറ്റ് റെഡി ടു ഫൈറ്റ്. ആ സാധനം പൊളിച്ച്, അതെന്തായാലും ബാഗിയുടെ മെയിൻ സാധനമാണ്. ഇനി എന്തായാലും ബാഗി 5 ഉണ്ടാവുമോ ഇല്ലയോ ഇത് ചോദ്യമായിട്ട് നിൽക്കുകയാണ്. എന്തായാലും വരട്ടെ. ഇനി അത് ഏതിൻ്റെ റീമേക്കാണ് എന്ത്, അതെങ്കിലും വണ്ടേനെ കൊണ്ട് ഇന്നലെ റീമേക്ക് ചെയ്യാൻ മതിയായിരുന്നു. ഞാൻ ചുമ്മാ പറഞ്ഞത് കേട്ടോ, ഞാൻ ചിലപ്പോൾ വേറെ ഏതിൻ്റെ റീമേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അൺഒഫീഷ്യലായിരിക്കും, ഇല്ലെങ്കിൽ ഒഫീഷ്യലായിരിക്കും, ഐ ഡോണ്ട് നോ.
എന്തായാലും പടം കണ്ടവരാണെങ്കിൽ അഭിപ്രായം പറയുക. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ. ഡിസ്കസ് and please subscribe my channel. Guest Runner Movie Video.